അന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ മദ്രാസിൽ ഒരുമിച്ചിട്ടായിരുന്നു. മോളും താഴത്തും, ശ്രീനയുടെ മോളും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലും ശ്രീനയുടെ ഫസ്റ്റ് ഫ്ലോറും. അപ്പൊ ഞാൻ മേലെ നിലർച്ചയൊക്കെ കേൾക്കാറുണ്ട്. പറയടാ, എന്താ നിന്റെ ഉദ്ദേശം? ചേട്ടന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറ്റേ പുസ്തകങ്ങൾ അടിച്ചോണ്ട് പോവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ആവോ വേറൊന്നും കിട്ടിയില്ല സമയത്ത് അല്ല CDs ഒക്കെ അടിച്ചോണ്ട് പോവുക. നല്ല പൗർണം പൊടി കാണും, ലേശം തുപ്പലേ പിന്നെ ആക്രാന്ന് കാണിക്കും. അല്ല ഇത് എവിടെ നിന്ന് കാണാൻ പ്ലാൻ? ഈ ഞായറാഴ്ച എല്ലാരും കല്യാണത്തിന് പോകും. ഞാൻ വയറുവേദന അഭിനയിച്ച് കിടക്കും. കുഞ്ഞിരാമേട്ടന്റെ പുതിയ VCD പ്ലെയർ ഞാൻ ഇന്നലെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ സൂക്ഷിക്കണം കേട്ടാ. ഇന്നത്തെ 2 കഥകൾ ആണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം. അതെ, അതെന്താ ചേച്ചി? മൊത്തം പോയി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ്. അതെ, എനിക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണ്. സിനിമ ഏതായിരുന്നു ചേച്ചി? ഞാൻ പറയുന്നില്ല. അബ മൂവീസിന്റെ മാത്രം സിനിമ. ഡയറക്ടർ അതൊന്നും ഇല്ല, അതിന് ഡയറക്ടർ ഇല്ല, ആക്ടേഴ്സ് ഇല്ല, ആരും ഇല്ല. അബ മൂവീസിന്റെ സിനിമ അതെല്ലാം നോക്കാം. അങ്ങനെ നോക്കാം. ഇപ്പൊ ഏതായാലും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പറയണില്ല. എന്ത് ചെയ്യാൻ അടുത്ത ചോദ്യത്തിലേക്ക് അതൊക്കെ തിരിച്ചു വരും ചേച്ചി ധൈര്യം കൊടുക്കും. ഇങ്ങനെ കൊച്ചന്റെ സിനിമ എടുക്കുന്ന 2 തവണ ആലോചിക്കണമായിരുന്നു. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. നിനക്കൊരു നന്ദിയില്ലല്ലോ ഷാജി ചേട്ടാ, ഇവിടെ വീട്ടില് ഉള്ള സമയത്ത് ഇതേപോലെ ഞാൻ അച്ഛനോട് ഇതേ ഡയലോഗ് അടിച്ചു. നമുക്കും ജീവിച്ചു എന്റെ സിനിമ ഞാൻ ഉണ്ടായിരുന്നു. സിദ്ദിഖിനോട് പറഞ്ഞു എന്റെ ഒരു സിനിമ അങ്ങനെ വന്നിട്ട് ഇവരെ ഏതോ ഒരു സാഹചര്യത്തിൽ TV കണ്ടു എന്റെ ഒരു സിനിമ. അപ്പൊ അച്ഛനെ കണ്ടിട്ട് നിന്റെ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വന്നപ്പോ കണ്ടു. നിനക്കറിയില്ലേ ആ സിനിമ ഇതാവില്ല? ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാരില്ലേ നമ്മളവരോട് അങ്ങനെ പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. പ്രൊഡ്യൂസറൊക്കെ എന്താണ് ഇതിന്, ആ സിനിമയ്ക്ക് എന്തിനാണ് ഇങ്ങനെ കാശൊക്കെ മുടക്കി, എന്തൊരു സിനിമയാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു നമ്മൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ ജീവിച്ചു പോണ്ടേ, ഇതിലും ഭേദം മരിക്കുന്നതാണ്. എന്നോട് പറയാ. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അമ്മയുടെ മീറ്റിങ്ങിന് വരുന്നത്. ഞാൻ നാട്ടിലില്ല. അവശ്യ കലാകാരന്മാർക്ക് 5000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. എനിക്ക് കൊല്ലം കിട്ടും, പക്ഷെ എനിക്കത് വേണ്ട, നിനക്ക് വേണം തരാൻ പറയാം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലും. ഇല്ല, ഇത്രയും പേര് ഇരിക്കണ ചേട്ടൻ മാത്രമേ കണ്ണടയൊക്കെ വെച്ചിരിക്കണേ. എന്താ കാര്യം? എന്താ നിന്റെ കളറ് ബൗൺസ് ചെയ്തിട്ട് എന്തോ ഒരു പരിധിയില്ലേ മനുഷ്യനെ കളിയാക്ക. ആദ്യ പ്രണയം ഉണ്ടായത് എവിടെന്ന് വെച്ചാൽ ഇപ്പൊ അങ്കണവാടിയിൽ, പൈപ്പൻ ചോട്ടിൽ, കോളേജിൽ, അങ്ങനെയൊക്കെ പറയാലോ. കശ്മീർ. എസ്പെഷ്യലി ദാൽ ലേക്കിന്റെ സൈഡില് കശ്മീരിയൻസ് അല്ലേ, അവരവിടുത്തെ സുന്ദരികളാണ്. അതന്നെ, ആപ്പിൾ പോലെ ഇരിക്കണല്ലേ, വിത്ത് ഫ്രൂട്ടി. സർവീസ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനത്തെ അനുഭവം രണ്ടും പഞ്ചാബികളാണെന്ന് തോന്നുന്നു. ഈ ജാതി വിളഞ്ഞ സാധനങ്ങൾ അവിടെ കാണും. പോടാ. അതെന്താ ഈ കഠിനമായിട്ടുള്ള പുറം ചട്ടയിലിന്റെ ഉള്ളിലുള്ള ആ മറ്റേ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ മനുഷ്യനൊന്ന് പുറത്ത് ഇത് കഠിന പറഞ്ഞിട്ടാണ്. ചേട്ടൻ പറ, ആ പ്രണയം എങ്ങനെയായിരുന്നു? ആ ദാലിലേക്കിന് പുള്ളിക്കാരി നടന്നു പോയിരുന്നോ? നടന്നു കൊട്ടയില് ബോംബുമായിട്ട് ഗ്രനേഡുമായിട്ട് പോവായിരുന്നു കൊട്ടയിൽ. ഞാനത് പിക്ചറൈസ് ചെയ്തു. കൊട്ടയില് ഗ്രനേഡ്. അല്ല, ഒരു മേജർ രവി പ്രണയം എന്ന് പറയുമ്പോ കറക്റ്റാണ്. എങ്ങനെയാ പറയട്ടെ, അതെങ്ങനെയായിരുന്നു? ഇത് വലിയ കുരിശായല്ലോ. അല്ല, ആദ്യമായിട്ട് ഇത്ര നാണിച്ചിരിക്കുന്നത് ചുവന്നൊക്കെ ഇരിക്കുന്ന രവിയേട്ടൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഇനി കാണുന്നില്ല, നീ തന്നെ. നീ ധാരാവി കേട്ടിട്ടുണ്ടാ? െങ്കിലും ഒരു പൊട്ടന് ലോട്ടറി അടിച്ച പോലെ ഒരു തോന്നലുണ്ടായത് എവിടെ വെച്ചാണ്? ചോദിക്കാം, പൊട്ടന് ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീൽ ഉണ്ടായത് എപ്പോൾ? 18-ാം തീയതി പറയാം. നിങ്ങൾ എന്നെ ശരിക്കും
ആക്കുകയാണോ? അതെ എന്തിനു ഇവന്മാരെയൊക്കെ വെച്ച് പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനൊന്നും പറഞ്ഞില്ല, കൗണ്ടർ അടിച്ചില്ല കേട്ടാ, പാവം. ഈ ഒരൊറ്റ അല്ല രവിയേട്ടാ, ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ ഇവരെ തന്നെ പിന്നെ പിന്നെ എല്ലാ പടത്തിലും ഇവനെ പോലെ തന്നെ വെക്കാനും പറ്റില്ല, അതാണ്. ഒട്ടും ഫിറ്റ്നസ് ഇല്ല, ഓടാൻ പറഞ്ഞ ഓടൂല. സിനിമ എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോ ചേച്ചി എന്ത് കാര്യം ശ്രദ്ധിക്കാറുള്ളത്? ഞാൻ അതിൽ ധ്യാനുണ്ടോ നോക്കും. അത് എന്റെ റോളെന്താ? വെടിക്കെട്ടത്ര പോരാ, എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ ഈ മാല. അബാമിന്റെ കഴിഞ്ഞ 4 അതിലും ഗ്രനേഡിലും ഉണ്ട്. 4 ഒരു സാധാ 2 ഗ്രനേഡ്. സാധാരണ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ പറയാം, അബാമിന്റെ 4 ഗ്രനേഡ് ഒരു പ്രൊഡ്യൂസറാണ് പറയുന്നത്. ഒരു സാധാ 2 ഗ്രനേഡ്. ഇത് ഇറങ്ങിയിട്ടില്ലല്ലോ ചേച്ചി, ഇത് ഇറങ്ങിക്കോട്ടെ. അയ്യോ എന്താണ്ട് മറന്നല്ല. കിട്ടി. അപ്പൊ കാണാം. സീ യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.